ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ലാൻഡ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കപ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തോണേ, കുരുമുളക് എടുത്തിട്ടുണ്ട്, ഗരം മസാലക്കൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈസി കപ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചിട്ടില്ല, നെടുകെ ഒന്ന് കീറിയ വെളുത്തുള്ളിയാണ്. ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സവാള എളുപ്പത്തിൽ റെഡിയായിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയോ അങ്ങനെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുള്ളത്. സവാള ഒരുപാട് ഇട്ടങ്ങ് വഴറ്റണ്ട, കുറച്ചൊരു കളർ ചേഞ്ച് ആയാൽ മാത്രം മതിയേ. ഇനി ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ അരി അളക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളവും അളന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കുരുമുളക് ചേർത്ത് കൊടുക്കണേ. ഗരം മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ചോറും കൂടെ നമ്മൾ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് അധികം നിൽക്കണം. ആവി പുറത്ത് പോവാത്ത ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മുടെ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് റൈസിലെ വെള്ളം വറ്റിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്.